തലശ്ശേരിയിൽ ദേഹത്ത് കയർ കുരുങ്ങി പരിക്കേറ്റ പൂച്ചയ്ക്ക് രക്ഷകരായി അനിമൽ റെസ്ക്യൂ സംഘം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യാപാരികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് 2 ദിവസം തിരഞ്ഞാണ് പൂച്ചയെ കണ്ടെത്തി ദേഹത്തെ കുരുക്ക് അഴിച്ചു മാറ്റിയത്. ആരോ ഇട്ട് കുരുക്കിൽ കുടുങ്ങി വേദനയാൽ പുളഞ്ഞു നടക്കുന്ന പൂച്ച തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ളവർക്കെല്ലാം സങ്കടക്കാഴ്ചയായിരുന്നു. ഈ കാഴ്ച സഹിക്കാനാവാതെയാണ് ജൂബിലി ബിൽഡിംഗിലെ തയ്യൽക്കടയിലുള്ളവർ ആനുവൽ റെസ്ക്യൂ സംഘത്തെ വിവരമറിയിച്ചത്. അങ്ങനെ 2 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ പൂച്ചയെ കണ്ടെത്തി. കുരുക്കുമുറുകി ദേഹത്ത് വലിയ മുറിവും രൂപപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആനിമൽ റെസ്ക്യൂ സംഘത്തിലെ അംഗങ്ങളായ തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി സീന ഷംജിത്തും കോഴിക്കോട് സ്വദേശി PK പ്രജീഷും ചേർന്നാണ് കുരുക്കഴിച്ചത്. മുറിവിൽ മരുന്ന് വച്ചതും ഏറെ പണിപ്പെട്ടായിരുന്നു. ഒരു പൂച്ചയെ നമ്മൾ കണ്ട് അതിൻ്റെ അരഭാഗത്ത് ഒരു കയറ് മുറിക്കിയ പോലെ അപ്പോൾ ബ്ലഡ് വരുന്ന പോലെ ഉണ്ടായി. അപ്പം ഞാനിവരെ വിളിച്ച് ഞാനിത് ഗൂഗിളിൽ നോക്കിയിട്ട് ഇവരെ നമ്പർ കണ്ട്. അപ്പം വേറൊരാൾ കിട്ടി, അയാൾ എനിക്ക് കണ്ണൂരിലാണ് നമ്പർ വന്ന്, കണ്ണൂരിലാണ് ഇവരെ നമ്പർ വന്നു. അങ്ങനെ ഇവരെ വിളിച്ചപ്പോൾ ഇവർ വന്ന് നോക്കി. അതിനുശേഷം പിന്നെ ഇന്നലെ കണ്ടു കിട്ടിയില്ല പൂച്ചേനെ. ഇന്ന് ഷോപ്പിൽ തന്നെ ഉണ്ടായി. നമ്മൾ ഫുഡെല്ലാം കൊടുത്തിട്ട് പൂച്ചേനെ ഷോപ്പിൽ തന്നെ ആക്കി. അങ്ങനെ ഇവർ വന്നപ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. ഇത് നമ്മളെ ഈ സീനച്ചേച്ചികളുടെ മെയിൻ റെസ്ക്യൂവറാണ് ഈ കണ്ണൂർ തലശ്ശേരി ഭാഗം. അവർ പല ദിവസമായിട്ട് ഇവർ കോൺടാക്ട് ചെയ്യുന്നു. ഷോപ്പിൻ്റെ ആൾ ഇവർ കുറേ കാലമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്യാറ്റാണ്. അപ്പോൾ ആ ക്യാറ്റിനെ ഇവരെ വിളിച്ചടിസ്ഥാനം ഞാൻ അവിടെ റെസ്ക്യൂ വന്ന ഭാഗമായിട്ട് റെസ്ക്യൂ ചെയ്യേണ്ടിയിരുന്നു. കുഴിയുന്നോ അല്ലെങ്കിൽ പിന്നെ കിണറിനാലോ രക്ഷപ്പെടുത്തിയതാണ്. നമ്മളിപ്പോൾ ഒരു കുടുക്കിട്ട് പൊന്തിച്ചെടുത്തതാണ്. പിന്നീട് ആർക്കത് ഒഴിവാക്കാൻ പറ്റാതെ കഴിഞ്ഞ് അത് വലിഞ്ഞു മുറുകി പിന്നെ ഭയങ്കര മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും കഴിയും. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ കയർ മുറിച്ചു മാറ്റി മുറിവിൽ കൃത്യമായി മരുന്നുകൾ പുരട്ടിയാണ് പൂച്ചയെ തുറന്നുവിട്ടത്. ഇതോടെ ഏവർക്കും സന്തോഷവും ഒപ്പം ആശ്വാസവുമായി. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.